സെക്സ് പടത്തിൻ്റെ ഉസ്താദുമാണ്. പല പല സിനിമ നടന്മാർക്ക് സ്ത്രീയെ കച്ചവടം ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടുകളും. സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കയറി വരുന്ന സമയത്ത് വരുന്ന 1-2 സാമ്പിൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ഭാഷ മനസ്സിലാക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് മേക്കിംഗ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിൽ എന്തോ ഒരു ഒഴിവില്ല. അപ്പോൾ ഓക്കെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പം വീണ്ടും രേണുസുതിയെ പറ്റി ഒരുപാട് ആരോപണങ്ങളായിട്ട് വീണ്ടും പുതിയ വോയിസുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വോയിസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, രേണു ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെയാണ് നമ്മളെ ഒരുപാട് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങൾ. അപ്പം ഈ രേണുവിനെ പറ്റി പറയുന്നത്, സാധാരണ എന്നേലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. നല്ല ചീത്ത വിളിക്കും. ഷെബിന ബീബി ഇപ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നതെല്ലാം മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ അവരെ പറഞ്ഞു, അവർ ഓരോന്നും പറയുന്നതിന്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഏറ്റവും മോശപ്പെട്ട ഒരു വർത്തമാനമാണ് അവളെ പറ്റി പറയുന്നൊരു അവിഹിതം എന്ന് പറയുന്നത്. ഒരു പെണ്ണിൻ്റെ മാനത്തിനെയാണ് വില പറയുന്നത്. ആ മാനത്തിന് വില പറയുന്നത് നമ്മൾ വേറെ എന്ത് സഹിക്കും, വേറെ എന്നാ പറഞ്ഞാലും നമ്മൾ ക്ഷമിക്കും. പക്ഷേ എങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ മാനത്തിന് മാത്രം വില പറഞ്ഞാൽ ഒരിക്കലും ഒരു പെണ്ണ് സഹിക്കില്ല. ഒന്നെങ്കിൽ നിയമപരമായിട്ട് പോകും, ഇല്ലെങ്കിൽ അതിന് തക്കതായ നല്ല മറുപടി കൊടുത്തിരിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം, നിസ്സാര കാര്യങ്ങൾക്കെല്ലാം വന്ന് കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് വായിട്ട് അലച്ചുകൊണ്ടിരുന്ന രേണു ഒരക്ഷരം മിണ്ടുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീണ്ടും നമുക്ക് ഇവരൊക്കെ പറയുന്ന സത്യങ്ങളാണോ നമ്മൾ വിശ്വസിക്കാനുള്ള കാര്യം. ഇനി ഈ പറയുന്ന ഒന്നും സത്യങ്ങളല്ലെങ്കിൽ അവർ തന്നെ തെളിയിക്കട്ടെ, നിയമപരമായിട്ടോ എങ്ങനെയാലും അവർ തെളിയിക്കട്ടെ. കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ മൊത്തം വന്നിരിക്കുന്നത്. ഇവരെപ്പറ്റി തെളിവ് സഹിതമാണെന്നാണ് പറഞ്ഞിട്ട് പലരും വന്ന് പറയുന്നത്. പക്ഷേ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മൗനം പാലിക്കുന്നതാണ് എന്നാന്ന് മനസ്സിലാകാത്തത്. അത് തന്നെയല്ല, അതിനേക്കാൾ വലിയ രസം എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ സുഹൃത്തുക്കൾ കാണിക്കുന്ന കുറേ തോന്നിയാസങ്ങളുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സജിന മാത്രമേ ഉള്ളൂ. ശ്രീതു അങ്ങനെ കിടന്നൊന്നും കാണിക്കുന്നതിന് ഞാൻ കണ്ടില്ല. ഇനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സജിന കിടന്ന് കുറേ കോലങ്കെട്ടൽ കാണിക്കുന്നുണ്ട്. സജിന ഓരോ ദിവസം കുറേ ഗോൾഡ് ഇട്ടുകൊണ്ട് നടന്നിച്ച് ഇന്ന് ഇത്രേ കടത്താൻ പറ്റുള്ളൂ, അങ്ങനെ ഓരോ ദിവസം എന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരുമാതിരി നമ്മുടെ നിയമത്തെ പോലും കളിയാക്കുന്ന രീതിയിൽ കിടന്ന് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു വിഷയം അങ്ങനെ വേറെ ഒന്നിനെ പറ്റി അവർ പ്രതികരിക്കുന്നില്ല. എന്നാൽ സജിനിക്ക് പ്രതികരിക്കാമല്ലോ, രേണുവിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി പറയാമല്ലോ. അതുപോലെ തന്നെ രേണുവിനെ പറ്റി വേറെ മയക്കമരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെതിരെ ഇവരൊന്നും പറയുന്നില്ലല്ലോ. മദ്യപാനം, പുകവലി, ഇതിനെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, അതിനൊന്നും എതിരെ പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും വലിയ മോശമായ വാർത്ത, ഒരു സ്ത്രീ ഇവിടുന്ന് പോയി അവിടെ തോന്നിയ ജീവിതം മോശമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളവർ അതിനും പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഈ രേണുവിനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഈ സജിനി എന്നതിനാണ് അതിൽ സൈഡായിട്ട് ഇങ്ങനെ തലയും കാണിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങളെന്ന് പറഞ്ഞാണ് പറയുന്നത്. സജിനയ്ക്ക് ഇതിന് തന്നെയാണ് റോളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ എന്ത് റോളാണ് സജിന എടുത്തേക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവരും അതിങ്ങനെ കിടന്ന് ഓരോ ദിവസം ഓരോന്നിട്ട് FB കിടന്ന് ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട്. ഇതിനൊന്നും എന്നാ വെച്ചാൽ ഇന്ന് ഒരെണ്ണം വന്നിരിക്കുന്ന പാടൊക്കെ നാളെ ഇതൊക്കെ ഒരു സ്ത്രീയല്ലേ ഇവർ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട്. അത് പറഞ്ഞ് നമുക്കൊരു അഭിമാനം വേണം. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ വായിൽ വരുന്ന വാക്കുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കണം, ഒരു അഭിമാനം വേണം നമുക്ക്. അതില്ലെങ്കിലുണ്ടല്ലോ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ കാണിക്കുമ്പോൾ ചിന്തിക്കണം, താനൊരു പെണ്ണാണ്. ഇനി ഇത് ഏതെങ്കിലും കാരണവശാൽ ഇതൊക്കെ പറയുന്ന സത്യങ്ങളാണെങ്കിൽ തെളിഞ്ഞു വന്നാൽ ചുമ്മാ തലയിട്ടുകൊണ്ട് നിൽക്കുന്നവരും ഒക്കെ അതിൽ പെടും. ഇങ്ങനെ തലയിൽ നെട്ടിപ്പിടിച്ച് ഞങ്ങളും കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരും ഒക്കെ പെടും. അല്ലാതെ ഇതൊക്കെ ചുമ്മാ ഒരു തമാശയായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ഭയങ്കര കുറ്റകരമായ കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അല്ലാതെ കഞ്ഞിയും കറിയും കളിച്ച് നടന്നതോ അല്ലെങ്കിൽ എന്നതെങ്കിലും ഒരു മുട്ടായിയുടെ കഥകളോ അങ്ങനെയൊന്നും അല്ല ഈ വന്നിരിക്കുന്നത്. ഇതൊക്കെ വലിയ നമ്മുടെ നിയമപരമായിട്ടൊക്കെ ഭയങ്കര ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത് മൊത്തം. അതിനെയാണ് ഈ എടുത്ത് വെച്ച് ഈ കോലം കിട്ടുന്നത്. എന്നാ വിവരം ഉണ്ടെന്ന് ഓർത്തോണം. അതും പുള്ളിക്കാരിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തടത്താണ് രേണുവിൻ്റെ കൂടെ പുള്ളിക്കാരിയുടെ. പിന്നെ എനിക്കൊന്ന് ഇന്നിട്ടേക്കുന്ന ഫോട്ടോയ്ക്കകത്ത് രേണുവിൻ്റെയൊക്കെ കൂടുതൽ ആ തമ്മനെ കൂടെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും അവരുടെ ഷേപ്പിലാണ് ഫോട്ടോ ഇട്ടേക്കുന്നത്. എല്ലാം ആയിട്ടൊക്കെ എടുക്കുന്ന ഫോട്ടോസാണ്, അല്ലാതെ ഇവർ ഒറിജിനൽ ഫോട്ടോസ് അല്ല. എന്നാത്തിനാണോ ഇങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ നമ്മുടെ വില കളയുന്നത് നമ്മൾ തന്നെയാണെന്ന് പറയും. അവരുടെ വില കളയുന്നത് അവർ തന്നെയാണ്. നമ്മൾ ആദ്യം നമുക്കൊരു വില തന്നാലേ സമൂഹം നമുക്കൊരു വില തരുള്ളൂ. അതിനൊരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ വെറും ചവറാകാൻ തുടങ്ങിയാൽ അതിനേക്കാൾ ചവറാക്കും സമൂഹം നമ്മളെ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായാൽ മതിയായിരുന്നു. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒന്നിന് പുറകെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കുക. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, രേണുവിൻ്റെ FB അക്കൗണ്ട് അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് അതിനിപ്പോൾ രേണുവിൻ്റെ FB അക്കൗണ്ട് ഇല്ല, ചിലപ്പോൾ ഇനി ഹാക്കാകാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ വന്നേക്കുന്നത് അനുശ്രീ P എന്നോ അങ്ങനെയാണ് തോന്നുന്നു പേര് വന്നേക്കുന്നത്. അത് തന്നെ അനുശ്രീ P എന്ന് പറഞ്ഞാണ് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ രേണുസുതി എന്നുള്ള ഇത് പാരപ്പോൾ ഇതാണ് കാണിക്കുന്നത്. ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല രേണുവിൻ്റെ. ഇനി അത് പോയതാണോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാണോ എന്നറിയത്തില്ല. എന്നാണേലും പോയിരുന്നെങ്കിൽ പോട്ടെ എന്ന് തന്നെ പറയുന്നുള്ളൂ. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ദേവിൻ്റെ ഒരു വീഡിയോ കണ്ട്. ദേവിൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു മനുഷ്യൻ്റെ വോയിസ് വരുന്നു. ഒരു പഠിക്കുന്ന കൊച്ചോ മറ്റോ അങ്ങാണ്ടാണ് അത് ഫോൺ എടുത്ത് അപ്പൻ്റെ അമ്മയുടെ ഫോൺ അങ്ങാണ്ട് എടുത്ത് ഉപയോഗിച്ച വഴിക്ക് ഈ ഇങ്ങനെ
പെയ്ഡ് സബിൻ്റെ ഇതിനകത്ത് കൊച്ച് കയറി കൊച്ച് പൈസയും പെയ്ഡ് ചെയ്ത് ഇതിനകത്ത് സംഭവങ്ങളെല്ലാം കാണും. പക്ഷെ വീട്ടുകാരിത് അറിയുന്നില്ല. വീട്ടുകാരറിയാതെ പിന്നെ ഈ ഒരു പ്രാവശ്യം പെയ്ഡ് ചെയ്ത് ഞാൻ ആദ്യമേ തന്നെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം നമ്മളത് പെയ്ഡ് ചെയ്ത് അതിന് 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ പെയ്ഡ് ചെയ്താൽ പിന്നത്തെ പ്രാവശ്യം ഇവർ എത്ര എമൗണ്ട് ആണോ ഇവർ ഇതിലൂടെ ഈടാക്കാൻ തീരുമാനിച്ചേക്കുന്നത് അത്രയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും. അതിനൊരു സംശയം വേണ്ട. അത് കട്ടായി പോകുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് ചെയ്തിടുക തന്നെ ചെയ്യണം. അതിൻ്റെ ഇത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോക്ക് എത്ര ചെയ്തായിരുന്നത്, എങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നു വരെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ പൈസ പോകുന്നത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിർത്തണമെന്നും പറഞ്ഞ് ഇത്രയും റിയാക്ഷൻ വീഡിയോക്കാർ കിടന്ന് ബഹളം വെക്കുന്ന ഇതാണ്. പുതിയ തലമുറയുടെ കയ്യിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് വലിയവരെക്കാൾ കൂടുതൽ ഫോണിൻ്റെ കാര്യങ്ങൾ അവർക്കറിയാം. അവരെടുത്ത് വെച്ച് അതിനകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ലോക്ക് ഇട്ട് വെച്ചാൽ പോലും ആ ലോക്ക് വരെ അഴിക്കാനായിട്ട് അവർക്കറിയാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് വിചാരം വെച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെന്നാണ് എനിക്ക് പേരൻസിൻ്റെ വിചാരം. പക്ഷേ അല്ല, കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കയ്യിലാണെങ്കിൽ പോലും ഒരു ഫോൺ കൊടുത്താൽ അത് ഓപ്പൺ ആക്കി അത് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ FB ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് കാണേണ്ട കാർട്ടൂൺ പരിപാടി അതിനകത്ത് വെച്ചാൽ അതിന് നോക്കിയെടുക്കാനായിട്ട് അറിയാം. നമ്മളെക്കാൾ നല്ല മെമ്മറി ആയിട്ട് കൊച്ചുങ്ങളെത്തി നിൽക്കും. അപ്പം ഈ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിർക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പേരൻസ് അറിയുന്ന പോലും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ കാണും അവരുടെ ഇതിനകത്ത്, അതിലേതെങ്കിലും ഒന്ന് പിടിച്ചാന്ന് വിചാരിച്ചുകൊണ്ട് അവരിയ്ക്കും. പക്ഷേ കുറേ കഴിയുമ്പോഴായിരിക്കും കാര്യങ്ങൾ അറിയുന്നത്. അന്നേരത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് എന്നതൊക്കെ ആയിരിക്കും ഇത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. 2 കൊച്ചു പിള്ളേരെ വെച്ച് പേരൻസ് ആയിരിക്കും, അല്ലാതാരും ചെയ്യുമല്ലോ, റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ് ഇറക്കിയേക്കുന്നു. ഭയങ്കര വൾഗറായിട്ടാണ്. 2 കൊച്ചു പിള്ളേർ, എനിക്കൊന്നൊരു 10-11 വയസ്സേ കാണത്തുള്ള കുഞ്ഞിന്, അതിൽ കൂടുതൽ പ്രായം കാണത്തില്ല കൊച്ചിന്, അതുങ്ങളെ വെച്ച് ഇറക്കിയിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ പൈസ ഇഷ്ടം പോലെ കിട്ടും എന്നൊരു തോന്നലായി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക്. കുറേ തെറിവിളി കേൾക്കും. പക്ഷേ എന്നാലും ഈ കാണും ആൾക്കാരിത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എമൗണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ചെന്നിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി തെറിവിളി കേട്ടാലും ഇതൊക്കെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ പേര് ഇറങ്ങുന്നത്. ഒന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ കാണാതിരിക്കാന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ റിപ്പോർട്ട് അടിച്ച് വിടുക, അതേ നടക്കുകയുള്ളൂ. കാര്യം കൊച്ചു പിള്ളേർ 13 ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ കൊച്ചുങ്ങൾ ഇതിങ്ങളൊക്കെ ഈ ചെറു പ്രായത്തിലൊക്കെ ഇതുങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള വികാരങ്ങൾ വരണമെങ്കിൽ അതുങ്ങളെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അതൊക്കെ അങ്ങനെയുള്ള ആ ഒരു വികാരം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ്. അതേസമയം നല്ല രീതിക്ക് റീൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മൾ ഒത്തിരി കോമഡി പരിപാടിയൊക്കെ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുന്നതൊക്കെ. ഇപ്പോഴുള്ള റീലൊക്കെ എടുത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേർ അമ്മയും അച്ഛനൊക്കെ കളിക്കും. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കമായിട്ടാണ് പിള്ളേർ അതൊക്കെ അവരുടെ അപ്പനെയും അമ്മയും കണ്ട് അതുപോലെ അങ്ങ് ചെയ്യുന്നു. അച്ഛനെ അമ്മ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ അടുത്ത് മനുഷ്യ നിങ്ങൾ മിണ്ടാതിരിക്കും. ഇതൊക്കെയാണ് പിള്ളേരൊന്ന് കളിക്കുന്നത്, അമ്മയും അച്ഛനും കളിക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ മാല ഇടുക എന്നുള്ളതാണ് പിള്ളേരെല്ലാം കല്യാണം കഴിക്കുന്നത് വിചാരിച്ചേക്കുന്നത്. ഒരു കപ്പയുടെ കമ്പെടുത്ത് അതൊരു പൂമാലയാക്കി കഴുത്തേ ഇടുക, ഇതൊക്കെയായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ പിള്ളേരൊക്കെ ആ മുഖത്ത് വരുന്ന പാവങ്ങൾ കാണണം, നമ്മൾ തോറ്റുപോകും. അതുപോലെയാണ് നിങ്ങൾ റൊമാൻറ്റിക് ആകുന്ന കാണുന്നത്. ഇതൊക്കെ എവിടുന്ന് ഇതിങ്ങളൊക്കെ ഇങ്ങനത്തെ പാവങ്ങളൊക്കെ വരുന്നത്? പക്ഷേ വീട്ടുകാരെ പറഞ്ഞാൽ മതി, അവർ ആണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ ഒരു മോശം അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. എന്നാണേലും നമുക്ക് രേണുവിൻ്റെ കഥകൾ തന്നെയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ സിറ്റുവേഷനിൽ പോകുന്നു. രേണു ഇതിനെതിരെ എന്തെങ്കിലും ഒരു ഇത് പറയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പറയുന്നത് എന്നതിലൊക്കെ കള്ളത്തരങ്ങളുണ്ടെന്ന്. പക്ഷേ രേണുവിൻ്റെ കൂട്ടാളികളും ആരും അങ്ങനെ മറ്റത് കിച്ചുവിൻ്റെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് എത്ര പേരായിരുന്നു വെളുപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും. ഇൻസ്റ്റേ തുറന്നാൽ അത്, ഫേസ്ബുക്ക് തുറന്നാൽ അത്, യൂട്യൂബ് തുറന്നാൽ അത്, എവിടെ നോക്കിയാലും ഇതാണ്. രേണു വളർത്തിയ മോനെ രേണുവിനെ തള്ളി പറഞ്ഞു, രേണു പൈസ കൊടുത്തു, രേണു അങ്ങനെ കാണിച്ചു, രേണുവിന് ഈ ചെറുക്കനെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നതെല്ലാം കുറ്റങ്ങൾ തന്നെയാണ് കൊച്ചിനെ പറയുന്നത്. അത് ഏതെല്ലാം വഴിക്കൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒരു കഥയും അറിയാത്തവർ വരെ വന്നിരുന്നത് വിസ്തരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ വന്നിരുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിന് ഈ പറയുന്ന ആരും കാണുന്നില്ലല്ലോ. എന്നെ പറ്റി എല്ലാവർക്കും ഇനി ഇതൊക്കെ സത്യമെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത്. എന്നാണെങ്കിലും ഷെബീന ബീബി വീണ്ടും ചൊറിയുന്നതനുസരിച്ച് അവർ വീണ്ടും പുതിയ വോയിസുകൾ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ ഇവർ മര്യാദയ്ക്കിരിക്കുക, എന്നാലേ അവരും അടങ്ങിയിരിക്കുകയുള്ളൂ. അതിനൊരു സംശയവും വേണ്ട. അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത്, രേണുവിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സജിനയാണ്. സജിന ഇങ്ങനെ ഓരോരോ പോസ്റ്റുകൾ ഇടുന്നതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളുടേതായ ആൾക്കാർ പോയി അവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങാതെ ഈ ഒരു നാറ്റ കേസ് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാണ് രേണുവിൻ്റെ അക്കൗണ്ട് പോയി എന്നിങ്ങനെ കേൾക്കുന്നതിൽ ചെറിയൊരു സന്തോഷമുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഇത് പോയി മറ്റേ ആ ഇൻസ്റ്റയിലേയും കൂടെ ഒന്ന് അതും കൂടെ ഒന്ന് പോയിരുന്നെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഇച്ചിരി ഒന്ന് ഒതുക്കമായിരുന്നേനെ. എവിടെ ഒതുങ്ങാൻ, അത് ഒതുങ്ങത്തൊന്നുമില്ല. പുള്ളിക്കാരി കൊണ്ടിട്ടുണ്ട് എനിക്ക് മേലും കീഴില്ലാത്തതാണ്, ഞാൻ എൻ്റെ തോന്നിയ പോലെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെച്ചാൽ കുറേ ഈ വേണ്ടാത്ത ഇതൊക്കെ നമുക്ക് പിള്ളേർക്ക് ഒഴിവായി കിട്ടും. ഫോൺ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതലും. അതുകൊണ്ടാണ് പറയുന്നത്. എന്നെയാണ് ഷെബീന ബീബിയുടെ ഇതിലൂടെ വന്ന വോയിസ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാമേ. ഈ വോയിസ് കേൾക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ജെനുവനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സത്യങ്ങളായിട്ടും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് മുഴുവൻ ഭാഗവും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നഷ്ടപ്പെട്ട് റൂമിൽ ഇരുന്നിട്ട് റൂം റെന്റും കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾ
എങ്ങനെയെങ്കിലും വീടെത്താന്ന് പിടിക്കുന്നവർക്ക് 5000 5000 സംതിങ് ആണ് ഇപ്പൊ നമ്മൾ യുദ്ധം നിർത്തിയതിന്റെ മുമ്പ് വരെയുള്ള സമയം. ആ സമയത്താണ് ഈ വരവും പോക്കെന്ന് ആലോചിക്കണം. ഇവിടെ ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആരായിരിക്കും, റെസ്റ്റോറന്റ് ബാർ ആയിക്കോട്ടെ, ആരെ കൊണ്ടും കഴിയില്ല. അങ്ങനെ അവളെ ഇനി ചാർട്ട് ഫ്ലൈറ്റ് എടുത്താലും ശരി, അല്ലാതെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തും വന്നെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ചെലവ്. ആ എമൗണ്ട് ചെലവാക്കണമെങ്കിൽ അതിന് നല്ലൊരു ഉദ്ദേശം വേണം. നല്ല ഉദ്ദേശമല്ല, ഇൻകം എന്നുള്ള രീതിയിൽ ഉദ്ദേശം വേണം. മനസ്സിലായോ? ഈ പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. കാര്യം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിന്ന സമയത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങള് അബുദാബിയിലുണ്ട്. അവളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് നാട്ടിലേക്ക് വരാനായിട്ട് അവർ ഒത്തിരി ശ്രമിച്ചു. കാര്യം അവർ ഫാമിലിയായിട്ട് അവിടെയാണ്. അവർ കുറച്ച് പേരെ ഇങ്ങോട്ട് വന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അവിടെയാണ്. അവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി അവർ നോക്കി. അപ്പോൾ ഒരാൾക്ക് 1,00,000 രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പറഞ്ഞത്. അതും അവർക്ക് അത് കൊടുക്കാനുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് കിട്ടാനായിട്ട് ഇതില്ല. അതുപോലുള്ള ബുദ്ധിമുട്ടായിരുന്നു അവർ ആ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇവിടുന്ന് പുള്ളിക്കാരി ഈസി ആയിട്ട് കയറി പോവുകയും ചെയ്തു, ഈസി ആയിട്ട് തിരിച്ച് വരികയും ചെയ്തു. അത് ആ ഒരു 2 കാര്യം. പിന്നെ നല്ലൊരു എമൗണ്ട് മുടക്കാതെ പുള്ളിക്കാരി ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. ഒരു ജോലിയോ അല്ലെങ്കിൽ അതുപോലെ എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖത്തിന് ചികിത്സിക്കാൻ പോകുന്നതോ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം അതിനുവേണ്ടി എത്ര പണം വേണേലും മുടക്കി നമ്മളൊക്കെ പോകുന്നു നോക്കാം. ഇത് പക്ഷേ പുള്ളിക്കാരി കയ്യിൽ നിന്ന് പണം മുടക്കി പോവുകയല്ല ഒരിക്കലും. ഇത് അവിടെ ഉള്ളവർ തന്നെ പണം മുടക്കി. പക്ഷേ ഈ ഒരു കാര്യം പുള്ളി പറയുന്നത് തന്നെ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുടക്കുന്നതിൻ്റെ ഇരട്ടിയും തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സാധനത്തിന് ഇവിടുന്ന് ഈ മുതലിനെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയത്. അല്ലാതെ ഒരിക്കലും കൊണ്ടുപോകുകയില്ല. ഇവർ ഈ മുടക്കുന്നതിൻ്റെ ഇരട്ടി ഇവർക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ മുതലിനെ ഇവിടുന്ന് കയറ്റി അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകുകയില്ല. അത് നമുക്ക് ഒരു മനുഷ്യനെ നമുക്ക് ബോധമുള്ള ആർക്കും ചിന്തിക്കാന്നേ ഉള്ളൂ. കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ വെളിരാജ്യത്ത് കാണുമല്ലോ, അവരോടൊക്കെ അന്വേഷിച്ചറിയാം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, പോയി എന്തെങ്കിലും പ്രശ്നങ്ങളാകുമോ അല്ലെങ്കിൽ അവിടെ പെട്ടുപോകുമോ, അത്രയും റിസ്ക് എടുത്ത് പോകേണ്ട വല്ല കാര്യമുണ്ട്? അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു ബാർ ഉദ്ഘാടനമാണ്, അത് അത്ര വലിയ മഹാകാര്യമൊന്നുമല്ല, സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഈ ബാറെന്ന് പറയുന്ന സാധനം. പോയി അത് ഇവിടുന്ന് മെനക്കെട്ട് കഷ്ടപ്പെട്ട് പോയി അത് ഉണ്ടാക്കിയ ഇങ്ങോട്ട് വരാനായിട്ട്. അത് പുള്ളിക്കാരൻ പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള വോയിസ് ഒക്കെ പുറത്ത് വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി തന്നെ തെളിയിക്കട്ടെ. അങ്ങോട്ടും പോകണ്ട, അതുപോലെ തന്നെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് എത്തുമെന്നുള്ള പോലും ട്രാവൽസുകാരും എമിഗ്രൻസും പറയാം. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇത് കിട്ടിക്കോളം എന്നില്ല, ഫ്ലൈറ്റ് കിട്ടിക്കോളാം. കാരണം വീണ്ടും അത് മാറിപ്പോവും, സമയം പോകും, മാറൊക്കെ ചെയ്യും. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി. ഇതിനൊക്കെ തയ്യാറുണ്ടെങ്കിൽ വേണമെങ്കിൽ 6000-നും 7000-നും, നമ്മളൊക്കെ 2000-നും 2500 പണിയെടുക്കുന്നതാണ് ഷെഫിന ബേബി. അപ്പോ നമുക്കൊക്കെ വീടെത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഇപ്പോഴും ടിക്കറ്റ് അതാ റേറ്റ്. ഒരു പക്ഷെ 1000-എങ്കിലും കുറഞ്ഞു കാണും. ആ സമയത്ത് ഈ പാപ്പിലോണ്ട്, ഞാൻ പാപ്പിലോണ്ട് ഒരു ഐറ്റം ഇയാൾക്ക് അയച്ചുതരാം. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും തിരിച്ചങ്ങോട്ട് വിടാനും ഇത്രയും എല്ലാം എത്തിപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു സത്യമുള്ളത് വിശ്വാസമുള്ള ഒറ്റ വ്യക്തി ഞാൻ ആ വിശ്വാസത്തിൽ നിൽക്കുന്നു. അതാണ്, ഇത്രയും പൈസ മുടക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും, ഇല്ലാതിരിക്കുകയില്ല. അതിന് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരാളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പോകും, നമുക്കും അത് പ്രയോജനം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിലേ നമ്മളും പോകുള്ളൂ, അല്ലേ? ഒരു ബാറൊക്കെ ഉദ്ഘാടനത്തിന് പോയാൽ കോടികളൊന്നും ആർക്കും കിട്ടാൻ പോകുന്നൊന്നുമില്ല. എന്നാണേലും ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എവിടേക്കോ ഒരു കല്ലുകടി പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇതൊരു മറയാണ് കേട്ടോ, അത് മനസ്സിലാക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞോണം. നമുക്ക് അടിയിലൊരു പുറത്തല്ലാത്തൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു സെലിബ്രിറ്റി ആക്കി എടുക്കുക, ഇവളെ ഒരു റിക്രൂട്ട്മെന്റ് ആക്കി എടുക്കുക എന്നുള്ളൊരു മറ ഇതിനകത്തുണ്ട്. ഈ സാധനം കാരണം ഒരു മനുഷ്യനും എന്തെങ്കിലും 7 മിനിറ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ ടൈം. 7 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിനകത്ത് അവാർഡ് എനിക്ക് മൊമെന്റ് കിട്ടിയാണ് നല്ലൊരു ചാനലിൽ. പക്ഷെ അത് 7 മിനിറ്റിനപ്പുറം പോകാൻ പറ്റില്ല. 7 മണിക്കൂർ നമ്മൾ സാജു കൂടിയതോരൊക്കെ അറിയാം ഇങ്ങോട്ടുള്ള. അത് 1/2 മണിക്കൂർ ടെലിഫിലിം എന്ന് പറയുന്ന അവരെ കാരണം പിന്നെ ഈ ഫാമിലി സെന്റിമെന്റ്സ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ അതിന് ടെലിഫിലിം എന്നല്ല പറയാം, അതിനെന്താ പറയാ, എന്തോ. അപ്പൊ ഈ കുടുംബാലി പെണ്ണുങ്ങൾ അമ്മയ്ക്ക് ചെയ്യുന്ന നോക്കെ ഈ ദിവസം വർക്ക് ഇവിടെ നടക്കുന്നു. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ മൂവിയൊക്കെ ആയിട്ട് ഒത്തിരി വെബ് സീരീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നു. പക്ഷെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കുന്നു, ഇപ്പൊ സിനിമയിലെത്തി എടുക്കുന്നു. പക്ഷെ ആരും സ്വന്തം പ്രൊഡക്റ്റിന്റെ പിന്നാം വശം ഒരിക്കലും പുറത്തു വിടാറില്ല. പിന്നെ ആ പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ ആ പിന്നാമ്പറം ഇടുന്നതാണ് ഇവരെ ഫിനാൻഷ്യലി വാല്യൂ. ഈ പറഞ്ഞൊരു കാര്യം സത്യമാണ് കേട്ടോ. രേണു അഭിനയിക്കുന്ന ആൽബങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം പ്രേമവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സമ്മതിച്ചു. പ്രണയത്തിൽ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് പ്രണയാൽബങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥകളുള്ള പലതുമുണ്ട്. അത് മുഴുവനും ഒരു പാട്ട് മാത്രമാണ്. ആ പാട്ടിനകത്ത് വരുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. അത് മുഴുവനും നമുക്ക് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും പ്രണയമായിട്ട് വരുന്നത്. പണ്ടൊരു ആൽബം ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്, ആ ഒരു പാട്ട് ആരുടെയും മനസ്സിൽ വരുന്നുണ്ട്. ആദ്യമേ വരുന്നത് അതിനകത്തെ ആ ഒരു സീൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും.
ആ ഒരു ഭയങ്കരമായിട്ടൊരിതാണ്. ആ ആ വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മിന്നി മറിഞ്ഞു പോകും ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്. അതുപോലെ സുന്ദരിയേവ ആ പാട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷേ അതിനകത്ത് എവിടെയാണ് ഓവറായിട്ടുള്ള കെട്ടിപ്പിടുത്തവും അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള ഒരു ഇതും വരുന്നത്? ഒന്നും കാണിക്കുന്നില്ല അതിനകത്ത്. ഡ്രസ്സിങ് പോലും നല്ല മാന്യമായിട്ട് തന്നെ ഡ്രസ്സ് നോക്കിയിട്ട് എത്ര ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു ആൽബം ഇറങ്ങുന്ന പറഞ്ഞാൽ മുഴുവൻ വൃത്തികേടുകളാണ് കാണിക്കുന്നത്. ഡ്രസ്സ് തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ഈ ഒരു ആൽബത്തിന് വേണ്ടി അവർക്ക് നേരത്തെ ഡ്രസ്സ് കയ്യിലിട്ടുന്നത്. സജനി ഒരിക്കൽ പറഞ്ഞായിരുന്നു ഇവർ ഏതോ ഒരു ഇനാഗുറേഷൻ പോയപ്പോഴത്തേക്ക് ഇവർക്കൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഉടുപ്പ് കിട്ടിയായിരുന്നു. ആ ഉടുപ്പ് കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ കഴുത്ത് ഇങ്ങനെ ഇച്ചിരി ഇറങ്ങിയപ്പോൾ രേണു ഇടയ്ക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു പൊത്തിപ്പിടിക്കുന്ന സമയത്ത് ചില സമയത്തേ ഉള്ള പൊത്തിപ്പിടിക്കുന്നത്, ചില സമയത്ത് കൈ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നവരെ കാണിച്ചിട്ട് കൈ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല യാദൃശ്ചികമായിട്ട് പുള്ളിക്കാരി ഒന്ന് കൈ മാറ്റുന്നു. ആ മാറ്റുന്ന സമയത്ത് അത്രയും ഭാഗം ഈ ക്യാമറ കിട്ടുന്നുണ്ട്, അത്രയും ഭാഗം ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പം സജന പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ ന്യായീകരിച്ച വെളുപ്പിച്ചാണ്, അത് വെളുപ്പിക്കലാണ് വരുന്നത്, ഇവരെ വെളുപ്പിക്കലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ ആ കിട്ടുന്ന ഉടുപ്പ് അവർ അന്നേരം കൊടുക്കുന്നതാണ്, അത് കഴുത്തിച്ച് അത് ആരിട്ടാലും അങ്ങനെ ഇരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ആരിട്ടാലും അങ്ങനെ ഇരിക്കും. ഇവർ 4 ആൾ അറിയുന്ന ഒരു ആർട്ടിസ്റ്റാന്ന് പറയുന്നുണ്ട്, ഇവരൊരു സെലിബ്രിറ്റിയാന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു വൾഗറായിട്ട് ഡ്രസ്സ് കൊടുക്കാൻ പറയാൻ ഞാൻ ഇതിടത്തില്ല, എനിക്കിതിടാൻ പറ്റില്ല, നിങ്ങൾ അത് പറയണതിന് മുമ്പേ വരണം, അതിൻ്റെ കഴുത്തൊരിച്ചിടൊന്ന് വൃത്തിക്ക് ഇതാക്കണം. ഒന്നാമത് എനിക്ക് വലിയ വണ്ണമോ അല്ലെങ്കിൽ വലിയ പൊക്കമോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ, അപ്പോൾ എനിക്ക് അങ്ങനെ അത്രയും പറ്റത്തില്ല എന്ന് പറയാം. അത് പറയുന്ന ആ ഒരു സജന ഇപ്പം ഈ ഇറങ്ങിയേക്കുന്ന ആൽബത്തിനകത്ത് എന്നാ ഡ്രസ്സാണ്. അപ്പോൾ അവർ അത് ആദ്യം ആ ഡയറക്ടർ അവർക്ക് ആ ഡ്രസ്സ് കൊടുത്തു, കഥ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രേണുവിനകത്ത്. മറ്റേ ആ ഒരു വീഡിയോ നടന്ന അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു ഡ്രസ്സ് കിട്ടിയപ്പോഴത്തേക്ക് ഈ കഴുത്ത് ഇത്ര ഇറങ്ങണ്ട എന്ന് പറയുന്ന മനസ്സ് അവർക്ക് തോന്നിയില്ലല്ലോ. അവർ ആ കഴുത്ത് അതിനെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. കമൻറ്റ് കണ്ടത് ഇച്ചിരി ഭയങ്കര പ്രായമല്ല, ഒരു 10-40 വയസ്സ് കാണും പുള്ളിക്ക്. അദ്ദേഹം ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ ആരുടെയിലൊക്കെ കയ്യിൽ നിന്ന് കിട്ടണം, ഇല്ലെങ്കിൽ വീട്ടുകാരൊക്കെ അറിയാതെ എവിടെ നിന്നൊക്കെ പാത്തൊക്കെ വേണം ഒന്ന് കാണാനായിട്ട്. പക്ഷേങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ എവിടെ നിന്നൊക്കെ പാത്തൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോസൊക്കെ കാണുന്നത്, കാര്യം അതൊന്നും കിട്ടാനില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന് യാതൊരു പഞ്ഞവും ഇല്ല, ഇൻസ്റ്റയിലോട്ട് കയറിയാൽ മതിയെന്ന്. കറക്റ്റാണ് പറഞ്ഞത്, ഇൻസ്റ്റയിലോട്ട് കയറിയാൽ മതി. ഇപ്പോൾ ഒരു പുതിയൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട്, അതുണ്ടായിരുന്നതാണ് അലൻ ജോസ് പെരയുടെ കൂടെ പൈനാപ്പിൾ ഒന്നും അങ്ങനെ വിളിക്കുന്ന മുടിയൊക്കെ ഇട്ട് ആ പുള്ളിക്കാരൻ ഒരു പെണ്ണുമ്പിള്ളയെ കൊണ്ട് ഒരു തോട്ടി കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ കാണണം, എണ്ണ തേപ്പിക്കുവാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഈ കുഞ്ഞു പിള്ളേരാണ് ഇൻസ്റ്റയും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു 11 വയസ്സിന് മുകളിലോട്ടുള്ള ഏത് കൊച്ചുങ്ങളെ കണ്ടാലും അവർക്ക് ഇൻസ്റ്റ ഐ ഡി ഇല്ലാത്ത ഒരു കുഞ്ഞുങ്ങളും ഇല്ല, എല്ലാത്തിനും ഉണ്ട്. അപൂർവമേ ഉള്ളൂ ഇച്ചിരി ഒന്ന് വലുതായതിനു ശേഷം ഇൻസ്റ്റ എടുക്കുന്നത്. ഇവിടെ എൻ്റെ മക്കളെ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ, ഇൻസ്റ്റ എടുക്കാൻ നേരത്തെ സമ്മതിച്ചിട്ടേ ഇല്ല. അവരിപ്പോഴാണ് അത് ഇൻസ്റ്റ ഒന്ന് എടുക്കുന്നത്. എന്നാലും ഞാൻ പറയും അത് ആവശ്യമില്ല, അത് ഉപയോഗിക്കേണ്ട എന്ന് പറയും. അങ്ങനെ ഒരു നമ്മളത് എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ അതിൽ നിൽക്കുന്നുണ്ട്. ഇവർ ഫോൺ എടുത്താലും വെച്ചാലും വരും, ഞാൻ എടുത്ത് നോക്കാറുണ്ട് ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇവരുടെ ഇൻസ്റ്റ ഐ ഡി എല്ലാം എൻ്റെ ഫോണുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്നതാണ്. ഇവർക്ക് വരുന്ന ഓരോ മെസ്സേജും എനിക്ക് കാണാൻ പറ്റും, അതുകൊണ്ട് ഇവർ എന്നെ എടുക്കുന്നതൊക്കെ എനിക്കും അറിയാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെയുള്ള വൃത്തികേടുകളാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ രേണു ഇപ്പോൾ ഒരു ഇത് ഇറക്കുന്നത്, ഒരു സീരിയൽ എടുക്കുന്നു എന്ന് പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സീരിയൽ എടുത്താൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് പുറത്ത് വിടുക എന്ന് പറയുന്നത് അവരത് മനഃപൂർവ്വം കാണിക്കുന്നതാണ്. കാര്യം ഇവർക്ക് ഒരുപാട് വർക്ക് നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒറ്റ ഒരു ആൽബത്തിൻ്റെ വർക്കായിരിക്കും രേണുവിന് വരുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ തന്നെയും പിന്നെയും ഇത് തന്നെയാണ് പല ഓൺലൈൻ ചാനലുകാരാണ് ഇത് ഇടുന്നത്. എല്ലാത്തിൻ്റെ ഒരു ഇച്ചിരി വെച്ചേ ഉള്ളൂ. അതിങ്ങനെ ഇവർ ആ ഒരു ഇത് തീരുന്നിടം വരെ പുള്ളിക്കാരി പറയുന്നതും ആ ഒരു അഭിനയിക്കുന്നതിനകത്ത് എടുത്തിടുക. അപ്പം നോക്കുന്നതിന് തന്നെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു നായിക, ഭയങ്കര സെലിബ്രിറ്റി. അവർ വേറെ ആർക്കുമില്ല ഇത്രയും തിരക്ക്. എന്നിട്ട് പുള്ളിക്കാരി ഇത് ഇറങ്ങുന്ന നിന്നിട്ട് തന്നെ ഒറ്റ ഒരു ആൽബം ആയിരിക്കും ഇറങ്ങുന്നത്. ആ ആൽബത്തിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലുള്ളത്. ഇവരുടെ വായ്ത്താളങ്ങളും ഇവർ കാണിക്കുന്ന വൃത്തികളും ഇതാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. പിന്നെ ഒരു സത്യം പറയാം കേട്ടോ, ഇപ്പോൾ രേണുവിൻ്റെ ഒരു വീഡിയോ ചെയ്താൽ, നേരത്തെ നമ്മളൊരു നെഗറ്റീവായിട്ടൊരു വീഡിയോ ചെയ്താൽ ഒരുപാട് കമൻറ്റുകൾ വരുമായിരുന്നു, അവർ ജീവിച്ച് പൊക്കോട്ടെ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ. ഇപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ അപൂർവം വരത്തുള്ളൂ, 2-3. അത് ഒന്നെങ്കിൽ ഇവർ ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഈ ഇത് നിന്ന് പോകുമോ, ഇത് ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റാതാവോ എന്നുള്ള വെപ്രാളം കൊണ്ട് ചിലർ വന്ന് കമൻറ്റ് ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ഇവർക്കെതിരായിട്ടൊരു വീഡിയോ ചെയ്താൽ അത് നല്ല ഇതിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ നെഗറ്റീവ് അത്രയും നെഗറ്റീവ് അത്രയും ആൾക്കാർ ഇവർ കാണിക്കുന്നതെല്ലാം നെഗറ്റീവാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, ഇവരെ വെറുത്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവൾ കയറി വരുന്ന സമയത്ത് വരുന്ന 1-2 സാമ്പിൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഭാഷയ്ക്ക് മനസ്സിലാക്കാൻ അറിയില്ല. ഇങ്ങനെ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവൾ പിന്നെ മേക്കിംഗ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിൽ എന്തോ ഒരു ഒഴിവില്ല, അപ്പോൾ ഓക്കെ ഒഴിവില്ലാതെ പറയും എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നാലും ഒരു എന്തെങ്കിലും രീതിയിൽ കണ്ടിട്ടുണ്ടോ, ആശയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയും കണ്ടില്ല ഞാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെയും കണ്ടില്ല, ഒഴിവില്ലാതെ വർക്ക് കണ്ടില്ല. A to Z ഇന്ന് ഈ ടെലിഫിലിം ഷോർട്ട് ഫിലിം ആൾക്കാർ അവോയ്ഡ് ചെയ്ത സംഭവം, ആളുകൾക്ക് ഒരുപാട് ഒരു മേഖല ഉണ്ട്. അപ്പൊ ഇതുവരെ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവം, അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്. ആണോ അല്ലേ?
അപ്പൊ അതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിലീസ് ആകുന്നുണ്ടെങ്കിലും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് സിനിമയല്ല, ഇത് കാത്തിരിക്കുന്നില്ല, ഇപ്പൊ ഇതിന്റെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. ഇങ്ങനെ ഒരു ഫെയിമാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരെ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ പറയും, ഓ രേണു ഭയങ്കര സംഭവമാണ്, ഇവർ ഇഷ്ടംപോലെ വർക്കുണ്ട്, അങ്ങനെ ഒരു ഇത് ഇവർ തന്നെ ആക്കി എടുക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഒരുപാട് കളികളുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതിൻ്റെ ഓരോരോ ആ ഒരു ലിങ്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങൾ വരും. ഇദ്ദേഹം പറഞ്ഞ ശരിയാണ്, ഒറ്റ ഒരു ആൽബത്തിന് വേണ്ടി അവർ അല്ലെങ്കിൽ ഒറ്റ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി അവർ അല്ലെങ്കിൽ ഒരു റീൽസ് എടുത്താൽ പോലും അതിൻ്റെ എത്ര ഇതാണ് ഇറക്കുന്നത്, അതിനകത്ത് എത്ര ഡയലോഗാണ് ഇവരുടെ കുടുംബകഥകൾ പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത്. അങ്ങനെ അത് വലിയൊരു ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരങ്ങ് തിളങ്ങി നിൽക്കണം, നിറഞ്ഞു നിൽക്കണമെന്ന് ഇവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിലും എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണുമെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അത് കുറച്ചൊക്കെ സത്യമായിട്ട് എനിക്കും തോന്നുന്നു. സാധനം റിലീസ് ആവുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഇവള് കയറി വരുന്ന സമയത്ത് വരുന്ന ഒന്നോ രണ്ടോ സാമ്പിൾ നമ്മുടെ മുമ്പിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ കൃത്രിമത്വം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ഭാഷയ്ക്ക് മനസ്സിലാക്കാൻ അറിയില്ല. ഇങ്ങനെ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ട് അവള് പിന്നെ മേക്കിംഗ് അല്ലെങ്കിൽ നടിയാണെന്നും പറഞ്ഞ് പല ലൊക്കേഷനിൽ എന്തോ ഒരു ഒഴിവില്ല, അപ്പോൾ ഓക്കെ ഒഴിവില്ലാതെ പറയും എന്തെങ്കിലും ഒരു ഷോർട്ടിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിൽ കണ്ടിട്ടുണ്ടോ? ആശയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളും കണ്ടില്ല ഞാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളും കണ്ടില്ല, ഒഴിവില്ലാതെ വർക്ക് കണ്ടില്ല. A to Z ഇന്ന് ഈ ടെലിഫിലിം ഷോർട്ട് ഫിലിം ആൾക്കാർ അവോയ്ഡ് ചെയ്ത സംഭവം, ആളുകൾക്ക് ഒരുപാട് ഒരു മേഖലയുണ്ട്. അപ്പൊ ഇതുവരെ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇവരെടുക്കുന്ന കെട്ടിപ്പിടുത്തം മറ്റുള്ള കാണിച്ചിട്ട് ഇവൾ ഓൾറെഡി ബിസി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് നടക്കുന്ന മറ്റൊരു സംഭവം. അതാണ് നിങ്ങൾ പറഞ്ഞ ഇടത്തോട്ട് പോകുന്നത്, ആണോ അല്ലേ? അപ്പൊ അതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിലീസ് ആകുന്നുണ്ടെങ്കിലും ആരും നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് സിനിമയല്ല, ഇത് കാത്തിരിക്കുന്നില്ല, ഇപ്പൊ ഇതിന്റെ പേര് കാത്തിരിക്കുന്നില്ല. അപ്പൊ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു ഗ്യാങ് ആണ്. ശരിയാണ്, ഇവരിറങ്ങുന്ന അവർ നമ്മളാരും കാത്തിരിക്കുന്നില്ല, ഇവരുടെ ആ ഒരു ഇറങ്ങുന്ന കാണാനോ എടുക്കാനോ ആരും കാത്തിരിക്കുന്നില്ല. ഇത് ഇവർ അതിനകത്തെ കാര്യങ്ങൾ മൊത്തം പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മൂലയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വെറുപ്പിക്കും, നമ്മളെ തന്നെ വെറുപ്പിച്ച് ആരും ഇത് കാണുന്നില്ല. പക്ഷേ ഇവർ സോഷ്യൽ മീഡിയ നിറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ എന്താ, ഒരു സോഷ്യൽ മീഡിയ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, അപ്പോൾ അവർ വെളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു മൈൻഡാണ് എല്ലാവരും കാണുന്നത്. ഇപ്പോൾ ഇവർ പോകുന്നു, ഇങ്ങനൊരു ഇതിനല്ല, ഒരു ഗൾഫ് പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവർ 7-8 ദിവസം അവിടെ നിൽക്കുന്നു, ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് ഇവർക്ക് ഈ ഇടയ്ക്ക് കണ്ട് പോകാൻ ഒരു ചാൻസ് വന്നായിരുന്നു, പക്ഷേ അതെങ്ങനെയോ ക്യാൻസലായിപ്പോയി. അതെനിക്കൊന്ന് അതുലിൻ്റെ അതിനകത്തോടെ പറയുന്നത് കേട്ടു, ഇവരൊരു കോമാളിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവരത് ക്യാൻസലാക്കി. അവിടെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ളവരെ വേണ്ട, നല്ല കലാകാരന്മാരെ മതി. അല്ലെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, നല്ല കലാകാരന്മാരെയാണ് അവർക്ക് ഇഷ്ടം, കലയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ നല്ല കലാകാരന്മാരെ അവർ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ. പക്ഷേ അങ്ങനെയാണോ ഇവർ പോകുന്നത് ബാർ ഉദ്ഘാടനത്തിന്? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ, നല്ല കുറേ മനുഷ്യർ എന്നെ സ്നേഹിക്കാനുണ്ട്. ഈ നല്ല കുറേ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇവർ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും വായടച്ച് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഇവർ നല്ലവർ എന്ന് പറയുന്നവരാണ് നല്ല മനുഷ്യരെന്ന് ഇവർ പറയുന്നത്. അല്ലാതെ ഇവർ കാണിക്കുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ, ഇവരെ വിട്ട് ജീവിക്കുന്നവർ, പിന്നെ എന്താ മനസാക്ഷി ഇല്ലാത്തവർ, നാറികൾ, നാണം കെട്ടവർ, പിന്നെ അവരുടെ ഭാഷയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. ഇവർക്കെതിരെ പറയുന്നവർ മൊത്തം മോശം ആൾക്കാർ. അങ്ങനെ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ കൂടി വന്ന ഒരു 10 പേരെങ്ങനെ ഇവർക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ എല്ലാ ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത് തിരിച്ചറിഞ്ഞാണ് വരുന്നത്. പിന്നെ രേണുവിൻ്റെ ഈ പ്രാവശ്യം ഇറങ്ങിയ ആൽബം ഉണ്ടല്ലോ, ആൽബത്തിൻ്റെ സംവിധായകനെ പറ്റി അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും വരുന്നില്ല. അദ്ദേഹം ശരിക്കും ഒരു ഏപ്പടം പിടിക്കുന്ന മാതിരിയുള്ള പരിപാടിയാണ് പുള്ളി കാണിക്കുന്നത് എന്നുള്ള അങ്ങനത്തെ ആൽബങ്ങളാണ് അങ്ങനെ ഇടയ്ക്കൊക്കെ പറയാം. ഞാൻ ഇത് മനുവിൻ്റെ വീഡിയോയിൽ നിന്ന് കണ്ടാണ് കേട്ടോ, മനുവിൻ്റെ വീഡിയോക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലുണ്ട്, പക്ഷേ നമുക്കത് പറയാൻ പറ്റത്തില്ല. സംഭവം തൊട്ടവനെ എല്ലാം നാറും എന്ന് പറയുന്നതാണ് ഇതിനകത്ത് സംഭവിച്ചേക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ രേണുവിനെ തൊടുന്നവരല്ല ഇപ്പം നാറുവാണ്. അതാണ് സംഭവം. അവരുടെ കഥകളൂടെ ചെകഞ്ഞ് ആൾക്കാരെടുക്കുകയാണ് ചെയ്യുന്നത്. ദാസപ്പൻ്റെ കുത്സിതങ്ങളെല്ലാം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്ന് വീതം. ദാസപ്പൻ ആൾ ശരിയല്ലാന്ന് മറ്റേതിനകത്തോടെ ആ ഒരു ആദ്യത്തെ ആൽബത്തിനകത്ത് അങ്ങേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും എനിക്കൊന്ന് പ്രജീഷൊക്കെ ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നി ഇതിൽ നിന്ന്. കാര്യം അവർക്കൊക്കെ ഫാമിലിയിലാണ്. പ്രജീഷ് എന്ന് പറഞ്ഞാൽ പ്രജീഷ് ഒരിക്കൽ പറഞ്ഞാണ് പ്രജീഷിന് ക്രഷ് തോന്നുന്ന ഒരു ഇതാണ്, രേണുവിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന്. ഏത് സ്വന്തം ഭാര്യ എഴുതിക്കൊണ്ട് തന്നെ പറഞ്ഞ ഡയലോഗാണ്, രേണുവിനോട് ക്രഷ് തോന്നിട്ട് എന്നാ കണ്ടിട്ടാന്ന് എനിക്കറിയാൻ വരെ ഈ വായിന്ന് വരുന്ന ഈ തെറിവിളി കേട്ടിട്ടോ. ഇപ്പം നേരത്തേക്ക് ഒത്തിരി മാറി കേട്ടോ രേണു, അത് സത്യമായിട്ടൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മാറി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മാറി എന്നല്ല കേട്ടോ, മോശം ഇതിലേക്ക് പോയി. കാര്യം മിണ്ടുന്നതിന് ഇവർ തെറി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ, നേരത്തെ ഇവർ ഡബിൾ മീനിങ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പം പച്ചയ്ക്ക് ഇവർ ഓരോന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സെറ്റിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഓവറാണ് കിടന്ന് കാണിക്കുന്നത്, ഓവറായിട്ട് കിടന്ന് കാണിക്കുകയാണ്. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ ഉറക്കം തൂങ്ങുക, ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ നിൽക്കുക, എന്നതൊക്കെയാണോ കാണിക്കുക. എത്രയാണെന്ന് പറഞ്ഞാലും ഇവർക്ക് 10-35 വയസ്സുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റേതായ ഒരു പക്വത കാണിച്ചുകൂടെ? 35 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ തീരെ ചെറുലാപ്പുള്ളയൊന്നുമല്ല, ഒരു മനുഷ്യന് പക്വത വരേണ്ട പ്രായമൊക്കെ ആയിട്ടുണ്ട്.
പ്രായമായിക്കൊണ്ടെന്നല്ല, പക്വത വരേണ്ട പ്രായം അതിക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ കാണിക്കുന്ന കോലങ്ങൾ കണ്ടാൽ നമുക്ക് ഇവരത് ഭയങ്കര കൊഞ്ചലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു വെറുപ്പായിട്ടാണ് തോന്നുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിച്ച് പുള്ളിക്കാരി അങ്ങ് അഭിനയിക്കുന്നതാണ്. ഈ ഒരു ഇതിൻ്റെ ഷൂട്ടിനകത്താണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ അങ്ങ് മയങ്ങി നിൽക്കുകയാണ്. മയങ്ങി നിൽക്കുന്ന വെച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ എടുക്കുക. വെച്ചാൽ പുള്ളിയുടെ ഫസ്റ്റോ സെക്കൻഡോ കണ്ട് പുള്ളി പുതിയ നടനാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. പുള്ളി പറയുന്നത് ഭയങ്കര ശ്രദ്ധയോടെ കേട്ടിരിക്കും. രേണുവിന് ഇതെനിക്കിതൊന്നും വിഷയമല്ല, എനിക്കിതൊക്കെ നിസ്സാരം, നീ വേണേ പഠിച്ചു, ഞാനിപ്പം അങ്ങ് അടിച്ചു. ഇവരുടെ വിചാരം ഇവർ ഭയങ്കര നടിയാണെന്നുള്ളതാണ്, ഭയങ്കര ഒരു അഭിനേത്രിയാണെന്നുള്ളതാണ്. പക്ഷെ ചുമ്മാ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. ഇവരെ ഒരു കുഞ്ഞു കൊച്ചിനോട് അഭിനയിക്കാൻ പറഞ്ഞാൽ നല്ലതായിട്ട് അഭിനയിക്കും. അത്രയും പോലും അഭിനയിക്കാൻ ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ കോമാളിത്തരങ്ങളാണ് ഇവർ കാണുന്നത്. പക്ഷേ പിന്നെ പുള്ളിക്കാരി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ നടക്കുവാണ്. ഇത് ഈ പറഞ്ഞു തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ഓരോ ആൽബം ഇറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ ഇതിറക്കി 2 മിനിറ്റ് ഇടവിട്ട് നമുക്ക് പൊതുശല്യമായിട്ട് മാറുന്ന രീതിയിൽ ഇവരുടെ ഓരോ റീൽസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏതെടുത്താലും വേണ്ടാന്ന് വെച്ചപ്പോൾ പറയും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്ലോക്ക് ചെയ്ത് പോകാം. പക്ഷേ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് ബ്ലോക്ക് ചെയ്താലും വീണ്ടും അടുത്ത ഓൺലൈൻകാർ ഇട്ടുകൊണ്ടിരിക്കുക, അതെടുത്ത് മറ്റൊരാൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പൊതുശല്യത്തിനെ നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആ സംവിധായകൻ്റെ കാര്യം പറയുന്നതെന്ന് കേൾക്കാം. സെക്സ് പടത്തിൻ്റെ ഉസ്താദുമാണ്. പല സിനിമ നടന്മാർക്ക് സ്ത്രീയെ കച്ചവടം ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടുകളും ഉള്ള ടീമുകളൊക്കെയാണ് ഇവരൊക്കെ. അതായത് തെറ്റാൻ വേണ്ടി തെറ്റി വന്നതല്ല, തെറ്റാൻ വേണ്ടി വഴിയിലോട്ടിറങ്ങിയ സ്ത്രീകളെ തേടി ഇതുപോലുള്ളവർ വന്ന് സിനിമ ഓടിക്കും. ഒരു കുഴപ്പം സ്ത്രീകൾക്ക് തന്നെ ഗുണങ്ങളാണ് ഈ പറയുന്ന രേണുസുതി. അത് വഴി തെറ്റാൻ വേണ്ടി ഇറങ്ങി വന്ന ടീമാണ്. കാരണം ഭർത്താവ് മരിച്ച ഫീലിങ്സ് ഇല്ല. ഇത് രേണുസുതി, ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് രേണുസുതിക്ക് ദുബായി പോകണം. കറക്റ്റാണ് ഈ പറഞ്ഞത്. ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് വഴി തെറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ് ഇവർ. അല്ലാതെ ഇവർക്കറിയാം ഇവർ കാണിക്കുന്നതെല്ലാം തെറ്റാണ്. പക്ഷെ ഇവർക്ക് പൈസ ഉണ്ടാക്കണം, ഫെയിം ആകണം. എന്നാലും ഭർത്താവിനെ കൊണ്ട് പറ്റാത്തത് ഇവരെ കൊണ്ട് വരും. സത്യം പറഞ്ഞുണ്ടല്ലോ, സ്തുതി എന്ന് പറയുന്ന ആൾ ഇത്ര മണ്ടനായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ. കാര്യം വെച്ചാൽ ഇതുപോലൊരു മുതലിനെ പെരക്കാതിരുത്തിച്ച് പുള്ളി എന്നാത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് പുള്ളിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാധനത്തിന് പതിയെ അങ്ങോട്ടങ്ങ് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. പുള്ളിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കടങ്ങളും വരികയില്ലായിരുന്നു, ഒന്നും വരികയില്ലായിരുന്നു. ഈ ഒരു സാധനത്തിന് അന്നേ പുറത്തിട്ട് ഇറങ്ങി. പണ്ട് പുള്ളിക്കാരി ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, സുധിയുടെ ജീവിതത്തിലേക്ക് വന്നവരെല്ലാം സുധിയെ വെച്ച് മുതലാക്കാൻ വന്നവരാണ്, അതിലൂടെ ഫെയിമായി ഓരോ മീഡിയയിലേക്ക് കയറാൻ വേണ്ടി വന്നവരാണ്, അങ്ങനെ അവർക്ക് പബ്ലിക്കിലേക്ക് വരണമായിരുന്നു, അതിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ എനിക്കൊന്ന് വീണയാന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വന്നായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഇവരായിരുന്നു വന്നത്. ഇവർ എന്നതാ പുള്ളി ഇന്ന് പോകും നാളെ പോകും എന്നുള്ള പ്രതീക്ഷയെല്ലാം കണ്ടെന്ന കാര്യം. ഇവർ തമ്മിൽ ഏജ് തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്ര ഏജ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിട്ടും ഇവർ ഈ ഒരു ഇതിലേക്ക് ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരിക്കൽ ഇതിലേക്ക് ഇറങ്ങി തിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവർ വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ആൽബത്തിന് സംവിധായകനെ പറ്റി പറയുന്നത് പടത്തിൻ്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് പെണ്ണുങ്ങളെ കൊണ്ട് കൊടുക്കുന്നതാണ്. അത് ഈ ഫീൽഡിലൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി നടക്കുന്നുണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് അത് ഈ ഒന്നും അറിയാതെ ചെന്ന് പെടുന്നവരെയാണ് ഇതിലേക്ക് പെടുത്തി കളയുന്നത്. ഇതിലേക്ക് പെട്ട് കഴിഞ്ഞ് പിന്നെ എന്നാണെന്ന് അറിഞ്ഞു ഇനി കുളിച്ച് കയറാമെന്ന് പറഞ്ഞ് അവരും അങ്ങ് ഇറങ്ങും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇതിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഇപ്പം എന്തിനും തയ്യാറായിട്ടാണ് പെണ്ണുങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പം അതൊന്നും ആർക്കും ഒരു വിഷയമേ അല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിക്കുമോ, അല്ലെങ്കിൽ ഒരു പ്രണയമോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു പെണ്ണ് ഒരുത്തിനോട് പോവുക, അല്ലെങ്കിൽ ഒരു അഭിഹിതം, അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. അതൊക്കെ ഒരു ഫാഷനായി മാറിയേക്കുവാണ്. അതൊക്കെ ഈ പണ്ടുള്ള കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയൊക്കെയോ എന്നൊരിത് വരും. പക്ഷേ ചിലർക്കൊക്കെ അത് ഇപ്പോഴും അതൊന്നും വിഷയമല്ല. അങ്ങനെയുള്ളവരാണ് ഈ വന്ന് കമൻറ്റ് ഇടുന്നത്. കാര്യം എന്നു വെച്ചാൽ എന്നാ പ്രശ്നം എനിക്കൊന്നും പക്ഷേ അവർക്കിതൊന്നും അവർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അവർക്കൊക്കെ ഇത് നിസ്സാരമായിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ എതിർക്കുന്നത്. ഇവരെവിടെ പോയി എന്നാ തോന്നിയ ദിവസം കാണിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, ആരുടെ കൂടെ പോവോ, ഗൾഫിൽ പോയി കിടക്കുമോ. പക്ഷേ അവിടെ നിന്നൊക്കെയുള്ള മയക്കുമരുന്നിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശക്തമായിട്ട് തന്നെ എതിർക്കുക തന്നെ ചെയ്യണം. കാര്യം വരുന്ന തലമുറ ഫുള്ള് നശിപ്പിക്കുന്ന ഒരു കാര്യമാണത്, മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണത്. അതൊക്കെ നമ്മുടെ സമൂഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ വീഡിയോസുകൾ. അത് രേണു മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അതിൽ. ഒത്തിരി പേര്. ഒരുത്തിയുടെ ചാനൽ ഇടയ്ക്ക് അടിച്ചു പോയി, അവൾ വീണ്ടും അടുത്തതെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എല്ലാവരും കണ്ടു കാണും, പിന്നെ യൂറിൻ പാസ് ചെയ്യുന്ന പബ്ലിക്കായിട്ട് അവളുടെ ചാനൽ അടിച്ചു പോയിട്ട് ഇപ്പോൾ വീണ്ടും അവൾ അടുത്ത ചാനൽ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന് നശിച്ച് പോയാലും ഉടനെ അതിനെ അടുത്തവർ ഇറക്കും, അതിന് തന്നെ അവർ കാണാൻ ഈ ആൾക്കാരൊക്കെ തന്നെ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും. പക്ഷേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ പീഡനം, പ്രായം ചെന്നവരെയും കൊച്ചു പിള്ളേർക്കും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കണ്ട് ഇവന്മാരൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ മതിമറന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അനുഭവിക്കണമെന്ന് ഇവർക്ക് തോന്നും. അന്നേരമാണ് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരു ആളെയോ ഒക്കെ ആയിട്ട് അപ്പോൾ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിങ്ങനെയുള്ള കൊച്ചു പിള്ളേരെയും പ്രായമുള്ളവരൊക്കെ തരാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ക്രിമിനൽസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റിയേഷൻ മീഡിയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്നൊരു തലമുറയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ രേണുവിനെ മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഒത്തിരിയുണ്ട്. പിന്നെ എന്നു വെച്ചാൽ അവരുടെ ചാനലുകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പബ്ലിക്കിലേക്ക് എടുത്ത് ആരും അങ്ങനെ ഇടുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഓൺലൈൻ മീഡിയക്കാരാണ് ഇതെടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവർ പൈസ കൊടുത്ത് നിർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് ഇവരെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്ത് ഇത് എതിർക്കാൻ വേണ്ടി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.
രേണുവിന് ഇഷ്ടമുള്ളവർ കാണും, അവർ വന്നിച്ച് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട്. ഇടുന്നതിന് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇടുന്നവരിടുക, കേൾക്കേണ്ടതുപോലെ കേട്ടുകൊണ്ട് പോയിക്കൊള്ളുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.